അങ്ങനെ കളങ്കാവൽ സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇറങ്ങിയ സിനിമയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡിസംബർ 5. ഇന്നാണ് ഞങ്ങൾ ഡിസംബർ 6 രാവിലെ PVR ഒരു സ്ക്രീൻ 6 കണ്ടത്. എനിക്ക് പറയാനുള്ളത് ഒരു അബോവ് ആവറേജ് സിനിമയായിട്ട് മാത്രമേ എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടുള്ളൂ. കുറച്ചധികം കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. എനിക്ക് ആ എക്സ്പെക്റ്റേഷൻ അത്രയും അടുത്ത് എനിക്ക് മീറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയുടെ എല്ലാ കാര്യവും ഓൾമോസ്റ്റ് ഇറങ്ങുന്നതിനും റിവീലായിരുന്നു. അതായത് ഇത് സൈനൈഡ് മോഹൻ്റെ സ്റ്റോറിയാണ്, അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈനൈഡ് മോഹനായിട്ട് ചെറിയ കണക്ഷൻ മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ കുറച്ച് റിയൽ ഇവൻറ്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. ആൻഡ് സിനിമ കുറച്ച് കൊമേഴ്ഷ്യൽ ആയിട്ട് എടുത്തതുകൊണ്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ടുവേർഡ്സ് ക്ലൈമാക്സ് എക്സ്പെഷ്യലി മമ്മൂട്ടിയാണല്ലോ, അപ്പോൾ കുറച്ച് കൊമേഴ്ഷ്യലായിട്ട് എടുക്കാം എന്ന രീതിയിൽ ചെയ്തായിരിക്കും. എന്തായാലും ആ ഒരു ബാലൻസിങ് ജിതിൻക്ക് ജോസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു സ്റ്റാർ സംഭവമുണ്ട്. ഇപ്പോൾ മമ്മൂക്ക ഫാൻസും ഈ സിനിമ കാണുമ്പോൾ അവർക്ക് എന്തായാലും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ടാവില്ല, അവരെയും കൂടി സാറ്റിസ്ഫൈ ആണല്ലോ. ഇവൻ ജനറൽ ഓഡിയൻസ് ആയാലും അത് മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്ന, മമ്മൂക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും അത് പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സാധനം കീപ്പ് ചെയ്ത് എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ സ്റ്റിൽ ഒരു വില്ലൻ എപ്പോഴും അങ്ങനെ വേണം, മറ്റു രീതിയിൽ വേണം എൻഡ് ചെയ്യാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് സൈനൈഡ് മോഹൻ്റെ സ്റ്റോറിയാണ്. ആൻഡ് നമുക്കത് റിവീൽ ചെയ്താണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ ആർക്കായാലും മനസ്സിലാവും ഇത് അങ്ങനെ രണ്ട് സ്റ്റോറിയാണ് എന്ന് നമുക്ക് കാണാൻ മനസ്സിലാവും. പിന്നെ ഇത് വിനായകനാണ് ഇതിൽ ഹീറോ ആയിട്ടുള്ളത്. വിനായകനെ കുറിച്ച് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, മമ്മൂട്ടി കുറേ നാളെ ബ്രേക്ക് എടുത്ത് കുറേ പേര് മരിച്ചു പോകുന്നൊക്കെ ചില ഹേറ്റേഴ്സൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. പുള്ളിക്ക് അറിയാലോ, പുള്ളിക്ക് അസുഖം ഉണ്ടായി, അതിനുശേഷം പുള്ളി തിരിച്ചു വന്നു. ആൻഡ് ഇതാണ് കംബാക്ക് എന്ന് പറയുക. കാരണം അതുപോലത്തെ പെർഫോമൻസ് പുള്ളി ചെയ്തു വെച്ചേക്കണ്. വളരെ കുറച്ച് സ്ക്രീൻ ടൈമേ നമുക്കൊക്കെ ഉള്ളൂ, അത് എല്ലാ സീനിലൊന്നും വന്നു പോലുള്ള. പക്ഷെ ഒരു കറക്റ്റ് ഒരു ബാലൻസ് ഉണ്ട്. വിനായകനായാലും മമ്മൂക്കയായാലും കറക്റ്റ് ആ ഇപ്പോൾ എവിടെ മമ്മൂക്ക ഒരുപാട് ഡോമിനേറ്റ് ചെയ്യാനായിട്ടൊന്നും തോന്നില്ല. ആ സ്ക്രിപ്റ്റിൻ്റെ കുറച്ചൊക്കെ ആ സ്ക്രിപ്റ്റിൻ്റെ ഗുണം. പക്ഷേ അതേസമയം സ്ക്രിപ്റ്റിന് ഒരുപാട് പോരായ്മകൾ എനിക്ക് തോന്നി. മെയിൻലി ഈ സിനിമയിൽ സ്പൂൺ ഫീഡിങ് ഉള്ള സ്പൂൺ ഫീഡിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ സിനിമയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗത്ത് വിനായകനും ജിബിൻ ഗോപിനാഥും ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുന്ന ചില സീനുകൾ. അതുപോലെ വേറൊരു പോലീസുകാരും വിനായകനും കൂടി ഒരുമിച്ച് നിന്ന് പോലീസ് ഓഫീസറും വിനായകനും ഇരുന്ന് സംസാരിക്കുന്ന സീൻസ് ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. അപ്പം നമുക്ക് കൂടുതലൊന്നും ഗസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം എല്ലാം നമുക്കിങ്ങനെ സ്പൂൺ ഫീഡ് തരുന്ന രീതിയിലല്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് ഡയലോഗ്സ് എല്ലാം ഇങ്ങനെ ഡയലോഗിലൂടെ പെട്ടെന്ന് പറയാം, ഓക്കെ, നമുക്കിങ്ങനെ വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പോലും നമുക്ക് ടുവേർഡ്സ് ക്ലൈമാക്സിൽ ക്ലാരിറ്റി കുറവ് വരുന്നുണ്ട്. അപ്പോൾ അത് സ്ക്രിപ്റ്റിൻ്റെ ഒരു വീക്ക് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. വളരെ ഒരു വീക്കായിട്ടൊരു സ്ക്രിപ്റ്റായിട്ട് തോന്നി. എസ്പെഷ്യലി ക്ലൈമാക്സ് വളരെ പ്രഡിക്റ്റബിളും വളരെ മീഡിയോക്കറായിട്ടൊരു ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നി. അവിടെ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഒരു സംഭവം ഉണ്ടാവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇതിലെ ഹീറോയിൻസ് 21 നായികമാരുണ്ട്. അതിലാകെ എനിക്കറിയാവുന്നത് നമ്മുടെ രജിഷ വിജയനെയും അതുപോലെ തന്നെ ഗായത്രി അരുണിനെ. ബാക്കി എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല, അവരുടെ പേര് പോലും എനിക്കറിയത്തില്ല. അവരെല്ലാവരും കുറച്ച് സ്ക്രീൻ ടൈമുള്ള അവൻ്റെ ഒരു പെർഫോമൻസ് അവർ കുറച്ചുള്ളവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയുന്നത് മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര സട്ടിലാണ്. അതായത് ആ ഒരു സീനായിട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. പക്ഷേ എങ്ങനെ അതിന് പോലെ അത് ഈ സിനിമയെ അത്ര സേവ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ വീക്ക് സ്ക്രീൻ പ്ലേയിൽ നമുക്ക് ഈവൻ ഈ സിനിമയുടെ മറ്റൊരു പ്രശ്നമായിട്ട് പറഞ്ഞാൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ മിസ്റ്റേക്സ് എനിക്ക് തോന്നി. അതായത് ഈ സിനിമ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ CGI യൂസ് ചെയ്താൽ ഇപ്പോൾ റോട്ടിലൂടെ ഓരോ കാറൊക്കെ പോകുമ്പോഴേ പുതിയ മോഡൽ ഇഗ്നിസ്, എക്കോ സ്പോർട്ട്, അങ്ങനെ പുതിയ മറ്റേ ഓട്ടോ ടാക്സി ആ സമയത്ത് ഇല്ലാതിരുന്ന ചില സാധനങ്ങളും അതെല്ലാം ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ CGI യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. കാരണം അത് ഭയങ്കര നോട്ടീസബിളാണ്. ഇത്തരം സിനിമയിൽ കാണുമ്പോൾ ഇപ്പോൾ പുതിയ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു സ്ക്രീൻ ഒരാളിങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻ കോറിൻ്റെ ആ ഒരു ലോഗോ സ്റ്റിക്കറോട്ട് ചെയ്യണം, വളരെ കൃത്യമായിട്ട് പുതിയ വേർഷൻ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് വളരെ മിസ്റ്റേക്സാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പറയാനുള്ളത്. പിന്നെ സിനിമ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കില്ലർ സാധാരണ ഭയങ്കര നെഗറ്റീവ്, ഭയങ്കര ബ്രൂട്ടലായിരിക്കും. അപ്പോൾ അത്തരം ബ്രൂട്ടാലിറ്റി അറിയിക്കുന്ന ഒരു സീൻ മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. പിന്നെ
അതങ്ങനെ കാണിച്ചിട്ടുമില്ല. മീൻസ് അധികം ബ്രൂട്ടലായിട്ട് കാണിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസും കൂടി കാണട്ടെ ഈ സിനിമ എന്ന രീതിയിലായിരിക്കും അവരത് ചെയ്തു വെച്ചതെന്ന് തോന്നുന്നു. പിന്നെ എവിടെയൊക്കെ എനിക്ക് കുറച്ച് ലൈറ്ററായിട്ട് പിടിച്ച പോലെ തോന്നി സീരിയൽ കില്ലിങ്ങും സംഭവങ്ങളൊക്കെ. അത്രയും ഒരു എക്സ്പോസ് ചെയ്യാത്ത പോലെ തോന്നി. കുറച്ചും കൂടി എക്സ്പോസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ആ ഒരു എഫക്റ്റ് കിട്ടിയിരുന്നു. എനിക്ക് ഇവിടെയൊക്കെ ആ ഒരു സംഭവങ്ങൾക്ക് മിസ്സിങ് ആയിട്ട് തോന്നി. നമുക്ക് തിരക്കഥയുടെ പോരായ്മയാണ്. പിന്നെ എല്ലാം ഇങ്ങനെ ഡയലോഗ്സിലൂടെയും ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതലും ഈ സിനിമയിൽ കുറേ ഇൻഡോർ ഷോട്ട്സ് ഉണ്ട്. ഔട്ട്ഡോർ ഇല്ലെന്നല്ല, ഔട്ട്ഡോർ ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ എനിക്ക് വർക്കാവാതെ പോയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചേസ് സീനുണ്ട്. ആ ചേസ് സീൻ്റെ മേക്കിംഗ് വളരെ ഒരു അമച്ചർ ലെവൽ മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് അത്രയും ഒട്ടും വർക്കായില്ല. ജിതിൻ കെ ജോസ് ഫസ്റ്റ് സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ നല്ല സിനിമ തന്നെയാണ്, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു നാട്ടിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ഈ കാറ് കാണിക്കുന്നതും, അപ്പോൾ അതൊക്കെ കുറേ കൂടെ ശ്രദ്ധിക്കാമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. പിന്നെ കമ്മിങ് ടു സിനിമാറ്റോഗ്രാഫി, ലൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിട്ട്, സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഷോർട്സ് ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ കണ്ടിട്ട് ഭയങ്കര ബ്ലാങ്ക് ആയിട്ടാണ് തോന്നിയത് ചില സ്ഥലത്തൊക്കെ. അത് ഭയങ്കര ഫ്ലാറ്റായിട്ട് സ്റ്റോറി പോകുന്നു. അവിടെ മമ്മൂക്കാൻ്റെ പെർഫോമൻസ് ഒന്നും പറയില്ല, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് ഇതൊക്കെ കേൾക്കുക എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ജിബിൻ ഗോപിനാഥ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ജിബിൻ ഗോപിനാഥ്. പിന്നെ നായകന്മാരെല്ലാവരും അവർക്ക് കൊടുത്ത റോള് നന്നായിട്ടുണ്ട്. പിന്നെ തുടക്കത്തിലൊരു ഗുണ്ട ഗ്യാങ്, ഒരു കൊട്ടേഷൻ സെറ്റപ്പ്, കുറച്ച് ആൾക്കാർ ഗ്യാങ് ഉണ്ട്. അവരാണ് പിന്നീട് വേറെ ആളെങ്കിലും ചേസ് ചെയ്യണത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവൻ്റെ ആ ഒരു ആക്ടിങ് ഒക്കെ ഭയങ്കര എനിക്ക് അവിടെ സത്യമായിട്ടും ഉള്ളത് പറയണം, എന്തിനാണ് കൊന്നിട്ടെന്ന് പറഞ്ഞ ആ സിറ്റുവേഷൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അവരാ ഒരു സംസാരവും ഭയങ്കര അമച്ചറാണ്. ഡയറക്ടർ ഒന്നും ശ്രദ്ധിച്ചില്ലേ എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. അപ്പോൾ അവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് അതുപോലെ എനിക്ക് തോന്നിപ്പോയി. പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഉള്ളതുപോലെ പറയുന്നതാണ്. എനിക്ക് എന്തായാലും ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം എൻഗേജിങ്, അത്യാവശ്യം ഗ്രിപ്പിംഗ് ആണ്. അത്യാവശ്യം അത് ബോറടിക്കണമൊന്നുമില്ല. ഈവൻ അതിൻ്റെ എഡിറ്റ് ആയാലും ഭയങ്കര സ്മൂത്താണ്. ഇപ്പോൾ 21 പേരെ കൊണ്ടാണ് കാണിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എഡിറ്റിലൂടെ ഇവരെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ടക്കാന്ന് പെട്ടെന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ മുജീബ് മജീദിൻ്റെ BGM ഓൾസോ സോ ഗുഡ്. സോങ്സ് ആയാലും നല്ലോണം ആ സിനിമയുടെ ബ്ലെൻഡ് ചെയ്യുന്നില്ല. ആ കൈമിൻ്റെ സോങ്ങിൻ്റെ യൂസേജ് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പലതിനും ഈ റീസൺസ് എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫ്ലാഷ് ബാക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്തിനാ അങ്ങനെ ഒരു സംഭവം കൊടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി അവർ കഥ ഒരുപാട് മാറ്റി തോന്നുന്നു. ഫുള്ളി ഈ മൊത്തത്തിൽ ആ ഒരു സൈലന്റ് മോഹൻ സ്റ്റോറിയായിട്ട് കൊണ്ടുപോയെങ്കിൽ കുറച്ചുകൂടി നന്നായി. കാരണം ഞാൻ ബാബുരാമേന്ദ്രൻ്റെ സൈലന്റ് മോഹനെ കുറിച്ചുള്ള സ്റ്റോറി ഫുള്ള് കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നിപ്പോയി. പിന്നെ കുറച്ച് കൊമേഴ്ഷ്യലാക്കിയത് അതറിയുമല്ലോ, മമ്മൂക്ക ഫാൻസിന് വേണ്ടിയും അതുപോലെ ജനറൽ ഓഡിയൻസിനൊക്കെ ആ രീതിയിൽ ചെയ്തു വെച്ചത്. പക്ഷേ എനിക്ക് അതൊക്കെ കുറച്ചും കൂടി അത്രയും കൊമേഴ്ഷ്യൽ ആക്കണ്ടായെന്ന് എനിക്ക് തോന്നിപ്പോയി. കുറച്ചും കൂടി ഡോക്യു ഫിക്ഷൻ രീതിയിൽ സിനിമ എടുത്തിരുന്നതിൽ കുറച്ചുകൂടി ആ ഒരു സംഭവം, ഡയലോഗ്സും ചില സ്ഥലത്തുള്ള, ഇപ്പോൾ വിനായകൻ തുടക്കത്തിൽ കാണിക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നി. അതായത് പുള്ളിങ്ങനെ നിന്ന് ഇങ്ങനെ ലൈക്ക് ആ ഒരു ക്യാരക്ടറിലോട്ട് ഇങ്ങനെ കയറാത്ത പോലെ തോന്നി ഫസ്റ്റത്തെ കുറച്ച് സീനുകൾ വിനായകനെ കാണിക്കുമ്പോൾ. കുറച്ച് ബലം പിടിച്ച് അഭിനയിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഓക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് കളംകാവലിനെ കുറിച്ച് പറയാനുള്ളത്. ഏതായാലും എനിക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതുകൊണ്ട് പറയാണ്. അപ്പോൾ അവരുടെ സിനിമയായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സിനിമ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. മമ്മൂക്കാൻ്റെ പെർഫോമൻസ്, വിനായകൻ്റെയും ജിബിൻ ഗോപിനാഥിൻ്റെ പെർഫോമൻസ് എല്ലാം ഒന്നും പറയാനില്ല, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കളംകാവലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ ബൈ.